ഹായ്, ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. യൂട്യൂബിലൂടെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടത്. യൂട്യൂബിലൂടെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ വേണമെങ്കിൽ ചാനൽ തുടങ്ങിക്കോളി. അപ്പോൾ എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടതെന്ന് നമുക്കറിയില്ല. ചാനൽ തുടങ്ങിയാൽ വീഡിയോ ഇട്ട് തുടങ്ങി വീഡിയോ ഇട്ട് നമ്മളിങ്ങനെ ദിവസം നല്ല വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന മാർക്കുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നല്ല നല്ല വീഡിയോകളും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ മുന്നോട്ട് പോകും. പിന്നെ ലൈവൊക്കെ 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവൊക്കെ ഇട്ട് തുടങ്ങാം. ലൈവൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കഴിയുമ്പോൾ സബ്സ്ക്രൈബേഴ്സും കിട്ടും. ഒരുപാട് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരും. അപ്പോൾ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ പോകാം ലൈവ് ഇട്ട് തുടങ്ങുമ്പോൾ. അപ്പോൾ ചാനൽ തുടങ്ങണം, വരുമാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് പറയാം, തുടങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് പോകാം. സ്ഥിരമായിട്ട് ഡെയിലി വീഡിയോ ഇടാം. എത്ര വീഡിയോ വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര വീഡിയോ ആണെങ്കിലും വിടാം. അപ്പോൾ വീഡിയോ ഇടണമെന്നൊന്നും പ്രശ്നമില്ല, എത്ര വേണമെങ്കിൽ ഇടാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ചാനലുള്ളവരൊക്കെ ലൈവ് തുടങ്ങാൻ മടിയായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ലൈവ് തുടങ്ങിക്കോളി, മടിയായിട്ടിരിക്കണ്ട. പിന്നെ ലൈവൊക്കെ തുടങ്ങുമ്പോൾ എന്ത് വേണമെന്ന് അറിയാം, നമ്മുടെ ഫേസ് കാണിച്ചിട്ട് നമുക്ക് ലൈവിനെ വീഡിയോ ഇടാൻ വയ്ക്കുമോ, ആ വീഡിയോ നല്ല അടിപൊളിയായിട്ട് യൂട്യൂബ് തിരഞ്ഞെടുക്കും. നമ്മളെ ഫേസ് കാണിക്കാതെ നമ്മൾ സൗണ്ട് മാത്രമേ കാണിക്കണുള്ളെങ്കിൽ ആ വീഡിയോക്ക് വലിയൊരു ഇതൊന്നും നമുക്ക് ഏണിങ്സ് ഒന്നും നമുക്ക് കിട്ടൂല. ചെറുതായിട്ടുള്ള ഇതൊക്കെയാണ് കിട്ടുള്ളൂ. നമ്മുടെ ഫേസ് കാണിച്ച് നമുക്ക് വീഡിയോ ഇടാൻ വയ്ക്കുമോ, അതാണ് ഏറ്റവും യൂട്യൂബിൻ്റെ അടുത്ത് ഏറ്റവും നല്ലത്, അതായത് ഉത്തമം. ഞാൻ വെച്ചിട്ട് നമ്മൾ മറ്റുള്ള ലൈവ് ഇട്ടാൽ നമുക്കൊന്നും കിട്ടൂല, മറ്റുള്ള ലൈവ് ഇട്ടിട്ട് കാര്യമില്ല എന്നല്ല പറയണത്. നമുക്ക് ഏറ്റവും ഉത്തമം നമ്മുടെ ഫേസ് കാണിച്ചിട്ട് എങ്ങനെ നമുക്ക് വീഡിയോ ഇടാൻ വയ്ക്കണോ, അതാണ് ഏറ്റവും യൂട്യൂബിൻ്റെ അടുത്ത് ഉത്തമം. അങ്ങനെ വീഡിയോ ഇട്ടിട്ട് ചെയ്യാൻ വയ്ക്കണോ, അതൊക്കെ വീഡിയോ ഇട്ടോളേ. ഇപ്പം സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്നുണ്ട്, ആ ലൈവ് കിട്ടാൽ കാര്യമില്ല എന്ന് അല്ല പറയണത്, കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫേസ് നേരങ്ങത്തിൽ കാണിച്ച് നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ഇരുന്ന് വർത്തനം പറയണത്, അതേമാർക്ക് ഇരുന്നിട്ട് ലൈവ് ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല കാര്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് പോവുക. അപ്പോൾ ചിലവരുണ്ട് ഫേസ് കാണിക്കാണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പുറത്തൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടണം. അങ്ങനെ ചെയ്യണേക്കാട്ടും ഏറ്റവും നല്ലത് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടുക. അതേമാതിരിക്ക് പിന്നെ ഈ വേറെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് മാത്രം നമ്മളെ കാണിക്കാതെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വീഡിയോ വെച്ചിട്ട് അങ്ങനെ ഇട്ട് പോവുക. അപ്പോൾ കമൻറ്റ് അങ്ങനെ പോകുന്നില്ലാണ്ട് അതുകൊണ്ടൊന്നും വലിയൊരു നമുക്ക് കാര്യമില്ല. നമുക്ക് ഏറ്റവും നല്ല കാര്യമുള്ളതെന്ന് പറയാം, ഇതേമാതിരിക്ക് ഇരുന്നിട്ട് റെഡി ആയിട്ട് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാം. അതാണ് ഏറ്റവും നമുക്ക് നല്ല ഉത്തമം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും, അതെ നമ്മളെ കുടുംബക്കാർ മറ്റുള്ളവർ പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എന്തിനാ അങ്ങനെ വീഡിയോ ഇടണം, ലൈവ് ഇടണം, അങ്ങനെ അതൊക്കെ പറയുന്നവർ അവിടെ പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം വേണം. പിന്നെ നമ്മൾ പറയണത് കേൾക്കണ ആര്, നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അമ്മീപ്പൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, കണക്കിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിങ്ങനെ ചെയ്യണം പറഞ്ഞപ്പോൾ അത് അവർക്ക് മനസ്സിലാവും. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പോൾ കെട്ടിയന്മാർ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ഒലിക്കേണ്ട പ്രശ്നമല്ല, ഒലിക്ക് ചെയ്യാം. പിന്നെ എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ചാനൽ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നമാണ്. കുറേയൊക്കെ നമ്മൾ എന്തുവേണം, നമ്മുടേതായിട്ട് തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകണം. എല്ലാവരും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടേ പോകുള്ളൂ, എന്നാലേ നമ്മുടെ ചാനൽ നമുക്ക് പിന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ ചാനലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല പാടാണ്. നമ്മൾ കുറച്ചൊക്കെ നമുക്ക് തീരുമാനം വേണം, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, വരുമാനമാണ് ലക്ഷ്യം എന്നുള്ള ചിന്തയിൽ നമ്മൾ വീഡിയോ ഇടണം. അപ്പോഴാണ് എന്തുള്ളൂ നമുക്കതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു ഓല അങ്ങനെ പറയണു, മറ്റവർ ഇങ്ങനെ പറയണു, ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണു, ഇവിടുന്ന് അവിടെ പോയിട്ട് പറയും, ഇപ്പുറത്ത് പോയിട്ട് പറയും, അങ്ങനെ പറയുമ്പോൾ എന്തില്ല, നമ്മുടെ വീഡിയോക്കൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ഇതിപ്പോഴേ ഇന്ന് ഇങ്ങനെ പറഞ്ഞാലേ അവരത് പറയും, ഇവരിത് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കണ്ടാൽ നിന്നാൽ നമ്മൾ എവിടേക്കും എത്തൂല. നമുക്കൊരു ലക്ഷ്യമാണ്, ആ ലക്ഷ്യം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ചായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പം ഞാനൊക്കെ കണ്ടില്ലേ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് യൂട്യൂബിൽ വരുമാനം കിട്ടിയിട്ടില്ല, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ അതേമാതിരിക്ക് നിങ്ങൾക്കും പ്രതീക്ഷ വെച്ചിട്ട് എന്ത് ചെയ്തോളി, നിങ്ങൾ വീഡിയോ ചെയ്തോളി, കിട്ടും, ശരിയാവും. ലൈവ് ഇടുക, ഏറ്റവും നല്ലത് ലൈവ് ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും, പിന്നെ എന്ത് കിട്ടും, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവ് ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ ആവും. ഞാനൊക്കെ 2 കൊല്ലത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ ഞാൻ ലൈവ് ഇടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ബുദ്ധി കുറച്ച് മുന്നേ തോന്നിയില്ല. അപ്പോൾ എനിക്ക് എന്നോ അങ്ങനെ തോന്നിക്കുകയാണെങ്കിൽ എന്നോ നമുക്ക് എന്താക്കാറുന്നു, പിന്നെ മോണിറ്റൈസേഷൻ ആക്കാറുന്നു. മോണിറ്റൈസേഷൻ ഇപ്പോൾ ആയിട്ടുള്ളൂ, കുറച്ച് വഴുകിപ്പോയി ആക്കാൻ. അത് നമുക്കതിനെ പറ്റി അറിഞ്ഞില്ല. കുറേ മുന്നേ നമുക്ക് ലൈവ് ഇട്ടിക്കാണെങ്കിൽ എന്നോ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കായിരുന്നു. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പതുക്കെ പറഞ്ഞിട്ട് ഡോളർ ഇങ്ങനെ കയറും. അപ്പോൾ നമ്മൾ എന്ത് വേണം,
ലൈവൊക്കെ സജീവമായിട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ മറ്റൊരു വലിയ വലിയ ആൾക്കാരന്മാർക്ക് ഇത് പിന്നെ വീഡിയോ അഭിനയിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനൊന്നും വയ്ക്കൂല. അപ്പം നമ്മളെ കൂടി കഴിയുന്നതായിട്ട് വീഡിയോ ഒക്കെ ഇടുക. എവിടെയൊക്കെ പോണ വീഡിയോ ഏറ്റവും നല്ലത് വീഡിയോ ഇടല് എന്താണെന്നറിയോ, ഈ ഷോർട്സ് വീഡിയോനെക്കാട്ടൊക്കെ നല്ലത് ലോങ് വീഡിയോ ഉണ്ടല്ലോ, 5 മിനിറ്റ് 6 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ. ആ വീഡിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വിടാൻ വയ്ക്കുകയാണെങ്കിൽ അതൊരു 10-100 ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ നല്ല സുഖം. കാണുകയാണെങ്കിൽ നല്ല സുഖം എന്നല്ല, ഒരുപാട് ആൾക്കാർ കാണണം, അതാണ് ലക്ഷ്യം. ഷോർട്സ് വീഡിയോ നമ്മൾ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ട് കുറേ അല്ലെങ്കിൽ കുറേ തോടും പാടൊക്കെ കാണിച്ച് അല്ലെങ്കിൽ കുന്നും അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ കാണിച്ചിട്ട് അതിലൊന്നും വലിയ നമുക്കൊരു ഇതൊന്നുമില്ല. ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്ത് വേണം, നമ്മുടെ സൗണ്ടിൽ നമ്മളെ കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഉള്ളത് എത്ര കിടിച്ചാൽ അതിന് കാര്യമാണ്. മറ്റേത് അതിന് പാട്ടൊക്കെ ഇട്ടിട്ട് ഇടുമ്പോൾ ആ പാട്ടിൻ്റെ ഏണിങ്സ് മറ്റുള്ളവർക്ക് കുറേ പോകുന്നല്ലാണ്ട് നമുക്ക് അതിൽ വലിയൊരു ഇതൊന്നും കിട്ടൂല. നമുക്കതിൽ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ ഫേസ് കാണിച്ചിട്ട് ഇടുമ്പോൾ പാട്ടിലൊക്കെ ഇടുമ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് നമ്മളെ ഫേസിലാണ് ഇടുന്നത്, നമ്മുടെ ഫേസിൽ കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിന് ഉള്ളത് മുഴുവൻ നമുക്ക് കിട്ടും. എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ കാര്യം നമുക്ക് കിട്ടും. നമ്മൾ ഈ പാട്ട് ഇടണ്ടാതല്ലാണ്ട് പാട്ടിട്ട കാര്യമായിട്ട് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഇത് തന്നെ ചെയ്യണം. അതാ പറഞ്ഞിട്ടോ, അല്ലാണ്ട് പാട്ടിട്ട് വീഡിയോ ഇട്ടേ കാര്യമില്ല എന്നല്ല. പാട്ടിട്ട് വീഡിയോ കാര്യമൊക്കെ ഉണ്ട്, എങ്ങനെ വേണമെന്നല്ലോ ആ വീഡിയോ 1 ലക്ഷം 10 ലക്ഷം 1 മില്യണൊക്കെ ആൾക്കാർ കാണണം, ഇന്നാലൊക്കെ അതിൽ നമുക്ക് കാര്യമുണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മൾ പാട്ടിട്ടിട്ട് 10-15 ആൾക്കാർ കണ്ടാലൊന്നും നമുക്ക് കാര്യമായിട്ട് അതിനൊന്നും ഷോർട്സ് വീഡിയോ ഒന്നും കിട്ടൂല. ഒരു ഷോർട്സ് വീഡിയോ 1000 ആൾക്കാർ കണ്ടാൽ 1 മിനിറ്റ് ഷോർട്സ് വീഡിയോ ഒക്കെ 1000 ആൾക്കാർ കണ്ടാൽ എത്ര നമുക്ക് 40 പൈസ 4 പൈസ അങ്ങനെയൊക്കെ എത്ര കിട്ടുള്ളൂ. അല്ലാണ്ട് അതിമൊന്നും നമുക്ക് ഇല്ലാതെ ഏർണിങ്സ് കിട്ടൂല. നമുക്ക് വലിയൊരു അറിവൊന്നുമില്ല, ഓരോരുത്തരും അറിവ് വെച്ച് പറഞ്ഞത് നമ്മളോട് പറയാണ്. അപ്പോൾ ചാനലൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, തുടങ്ങിയിട്ട് അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ലൈവൊക്കെ ചുരുങ്ങിയത് ലൈവ് എത്ര മണിക്കൂറാണെങ്കിൽ ഇരിക്കുക, 2 മണിക്കൂറൊക്കെ ഇരിക്കാൻ നോക്കുക. അപ്പോൾ കുറേ ആൾക്കാർ വരും, സപ്പോർട്ട് ചെയ്യാനൊക്കെ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നമുക്ക് പോകാം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നാൽ എന്താവില്ല, നമ്മളതൊന്നും ആവില്ല. ലൈവിൽ പല ആൾക്കാരും പലതും പറഞ്ഞു വരും, പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്നത് നമ്മൾ ഇങ്ങനെ ഇന്ന ഭാഗത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളതല്ല. ഇന്നത് നമുക്ക് കിട്ടണം, നമുക്ക് വരുമാനമാണ് ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം നമ്മളെ ജീവിതം ഒന്ന് എന്താക്കുക, സ്വസ്ഥമാക്കുക, സമാധാനത്തോട് ജീവിതമാക്കാൻ വേണ്ടിയിട്ടാണ്, സന്തോഷത്തോട് ജീവിതമാക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളതിന് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. നമ്മളതായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ആരിനെയും പേടിക്കേണ്ടെന്നല്ല, ബഹുമാനം കൊടുക്കുന്നവരൊക്കെ ബഹുമാനം കൊടുത്ത് മറ്റുള്ളവരോടൊക്കെ കുറച്ചൊക്കെ ഇതൊക്കെ കേൾക്കുക. കുറേയൊക്കെ അവരോട് കണ്ടില്ല അത് കേട്ട് നടിച്ചില്ല എന്നൊക്കെ കേട്ടിട്ട് പോകുമ്പോൾ തന്നെയാണ് എന്തുള്ളൂ, നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. മുഴുവൻ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടാലും നമ്മുടെ ചാനൽ എന്ത് ചെയ്യില്ല, എവിടേക്കും എത്തൂല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുക, ബാക്കിയൊക്കെ നമ്മുടേതായിട്ട് മുന്നോട്ട് പോകുന്ന വേണം. അപ്പോൾ ചാനൽ തുടങ്ങുന്നതൊക്കെ എല്ലാം അടിച്ച് പൊളിച്ച് മുന്നോട്ട് തുടങ്ങി പോയിക്കോളി, ബാക്കിയൊക്കെ അത് ശരിയായിക്കോളും. നമ്മൾ ദിവസം പ്രയത്നിക്കുക. ലൈവ് ഇടുമ്പോഴൊക്കെ എന്താ വെച്ചാൽ ദിവസം ഇടണം. നമുക്ക് എത്ര നേരം ഇടാൻ പറ്റും അത്ര നേരം ഇടട്ടോ. ഇനിയിപ്പോൾ 2 നേരം 3 നേരം ഒന്നും പ്രശ്നമില്ല, ദിവസം ഇടാം. ഈ 1-2 ദിവസം ഇട്ടില്ല എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മളെ ഇറ്റ് കഴിഞ്ഞ് വാച്ചവർ വാച്ചവർ അങ്ങനെ കമ്മിയാവുള്ളൂ. ഈ ഒരു ദിവസം 2 ദിവസം എല്ലാം ഇടാണ്ടിരിക്കുമ്പോൾ ഉള്ള വാച്ചവറിന് ഇങ്ങനെ കമ്മിയാവും. അതായത് 360 ദിവസത്തിൽ 4000 വാച്ചവർ ആകണം എന്നൊക്കെ കണക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഇട്ടോളി. ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ വഴിയെ പിന്നെ പറഞ്ഞുതരാം. ചാനൽ തുടങ്ങുന്നവരൊക്കെ തുടങ്ങിക്കോളി. തുടങ്ങിയവരൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കോളി. നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക. ഒന്നും ബാക്കിലേക്ക് ചിന്തിക്കേണ്ട, മുന്നോട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിനൊക്കെ വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ അടിച്ചോളി.